2024 എൻ്റെ പ്രഗ്നൻസി സ്കാനിന് ശേഷം എനിക്ക് എമർജൻസി ആയിട്ട് ഒരു സർജറി നടന്നു. ആ സർജറിക്ക് ശേഷമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ എടുത്തൊരു തെറ്റായ തീരുമാനം എനിക്ക് നഷ്ടമാക്കിയത് എൻ്റെ ഒരു ഫെലോപ്പിയൻ ട്യൂബാണ്. ഇതൊന്നും കോണ്ടന്റ് ആക്കാൻ എടുത്തു വെച്ച വീഡിയോ അല്ല, നാട്ടിൽ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ എടുത്താണ്. പക്ഷേ ഈ ഒരു അവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുതെന്ന ഉദ്ദേശത്തോടെ ഞാൻ എൻ്റെ അനുഭവം പങ്കുവയ്ക്കാം. പീരീഡ് മിസ്സായി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് ഇതുപോലെ തെളിഞ്ഞു വന്നിരുന്നു. ആദ്യം ഒരു മിസ്കാരേജ് ഉണ്ടായ അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് beta-HCG ടെസ്റ്റ് ചെയ്തു. ജോലിയിൽ നിന്ന് ലീവ് കിട്ടാത്തത് കൊണ്ടും പിന്നെ കഴിഞ്ഞ തവണത്തെ കുറച്ച് അനുഭവങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടും ഞാൻ 1-ാം തീയതി ഡിറ്റക്ട് ചെയ്ത ഒരു പ്രഗ്നൻസിക്ക് ഞാൻ സ്കാനിന് പോയത് 28-ാം തീയതിയാണ്. സ്കാന് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു യൂട്രസിൽ ഒന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ ഡോക്ടർ ചോദിച്ചു സിംറ്റംസ് ഒക്കെ ഓക്കെ അല്ലേ, beta-HCG ഒക്കെ ഓക്കെ അല്ലേ എന്ന്. സിംറ്റംസും ബാക്കി ടെസ്റ്റുകളും എല്ലാം പോസിറ്റീവ് ആയിരിക്കെ ഡോക്ടർ ശരിക്കും നോക്കിയപ്പോഴാണ് കാണുന്നത് കുഞ്ഞ് വളരുന്നത് എൻ്റെ ഫെലോപ്പിയൻ ട്യൂബിനകത്താണ്. ഓവറിയിൽ നിന്ന് വരുന്ന എഗ്ഗും പുരുഷ ബീജവും വന്ന് ഒന്നിക്കുന്നത് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിലാണ്. അവിടുന്നാണ് പിന്നെ ഇത് നമ്മുടെ യൂട്രസിൽ വന്ന് പറ്റിപ്പിടിക്കുകയും അതിന് ഇംപ്ലാന്റേഷൻ എന്ന് പറയും. അവിടെ നിന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്ത് വളർന്ന് കുഞ്ഞായി മാറുന്നത്. പക്ഷേ ട്യൂബിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടോ ട്യൂബിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടോ ഇത്തരത്തില് യൂട്രസിലേക്ക് വന്ന എംബ്രിയോയ്ക്ക് ഇംപ്ലാന്റ് ആകാൻ സാധിക്കാതെ പോകാറുണ്ട്. അങ്ങനെ ആ ഒരു എംബ്രിയോ ട്യൂബിനുള്ളിൽ നിന്ന് കുറച്ച് വളരും, പൂർണ്ണമായി വളരാൻ സാധിക്കില്ല, ഹാർട്ട് ബീറ്റും ആകില്ല. കുറച്ച് കഴിയുമ്പോൾ ആ ട്യൂബ് പൊട്ടിപ്പോവുകയും വലിയ രീതിയിലുള്ള ബ്ലീഡിംഗ് ഉണ്ടായി ആൾക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയും. എക്ടോപിക് പ്രഗ്നൻസി വിഭാഗത്തിൽ പെടുന്ന ഒന്നാണ് ഇത്. നമ്മുടെ യൂട്രസിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഇംപ്ലാന്റേഷൻ സംഭവിച്ച് എംബ്രിയോ കുറച്ചെങ്കിലും വളരുന്ന സ്റ്റേജിനെയാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇതെപ്പോഴും ട്യൂബിൽ മാത്രമല്ല നമ്മുടെ ഓവറിക്കകത്തും വളരെ റെയർ കേസുകളിൽ ലിവറിൽ വരെ ഇംപ്ലാന്റേഷൻ സംഭവിച്ചായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്ടോപിക് പ്രഗ്നൻസിയിലെ എംബ്രിയോയ്ക്ക് ഒരിക്കലും പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞായിട്ട് പുറത്തു വരാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് തന്നെയാണ്. ആദ്യ സമയങ്ങളിൽ മിസ്കാരേജ് സംഭവിച്ചവർക്കോ അല്ലെങ്കിൽ ഓൾറെഡി എക്ടോപിക് ആയവർക്കോ ഇത് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ആദ്യ നാളുകളിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് മരുന്ന് കഴിച്ച് ട്യൂബിന് പ്രശ്നമില്ലാതെ ഒഴിവാക്കാൻ പറ്റുന്ന ഈ ഒരു കാര്യം എനിക്ക് സംഭവിച്ചത് ഒത്തിരി ലേറ്റ് ആയി പോയതുകൊണ്ട് സർജറി ചെയ്ത് ട്യൂബോട് റിമൂവ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ചിലര് ഇത് പൊട്ടിയതിനു ശേഷം മാത്രമാണ് തിരിച്ചറിയുന്നത്. ആ സമയത്ത് എല്ലാം കൈവിട്ടു പോയിരിക്കും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചില ആൾക്കാർ പറയും ഞാൻ 5 മാസം കഴിഞ്ഞ് അറിഞ്ഞ് 3 മാസം കഴിഞ്ഞ് അറിഞ്ഞെന്നൊക്കെ. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഇത്തരം അവസ്ഥകൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറിനെ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ബ്ലീഡിങ്ങോ വേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറിനെ അറിയിച്ച് സ്കാനിങ് പറഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. എക്ടോപിക് പ്രഗ്നൻസിയെ കുറിച്ച് ഞാൻ ഉൾപ്പെടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അറിഞ്ഞു തുടങ്ങിയത് എനിക്കൊരു അവസ്ഥ വന്നപ്പോഴാണ്. അതുകൊണ്ട് തന്നെ പണ്ടൊന്നും ഇതൊന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പണ്ടൊക്കെ ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റാതെ പോയിട്ടുള്ളതാണ്. നമ്മുടെ മെഡിക്കൽ രംഗത്തെ മുന്നേറ്റം കൊണ്ട് ഇതൊക്കെ ആദ്യമേ തന്നെ കണ്ടെത്താനും അതിനുള്ള പ്രതിവിധികൾ ചെയ്യാനും ഒക്കെ ഇന്ന് നമുക്ക് സാധിക്കും. അതുകൊണ്ട് അതൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക.